നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങളെ എളുപ്പത്തിൽ കൈവിടുന്നവർക്കായി ഒരു കഥ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നോട്ടപ്പുള്ളിയായപ്പോഴാണ് അയാൾ സ്വന്തം നാട് വിട്ടത്. ചെന്നെത്തിയത് സിനിമാക്കാരുടെ സ്വപ്നലോകമായ ബോംബെയിൽ. സിനിമയിൽ മുഖം കാണിക്കണമെന്ന ആഗ്രഹത്തിൽ ബോംബെയിൽ അലഞ്ഞപ്പോഴെല്ലാം നിങ്ങൾ ഒരിക്കലും സിനിമയിൽ വിജയിക്കില്ല എന്നാണ് ഏറ്റവും അധികം കേട്ട ആക്ഷേപം. മികച്ച നർത്തകനായ അയാൾ റാണ റൈസ് എന്ന പേരിൽ ഹെലന്റെ ഡാൻസ് ട്രൂപ്പിൽ ചേർന്നു. ജോലിക്കൊപ്പം അഭിനയത്തിനുള്ള ശ്രമവും തുടർന്നു. ഒരു കൂട്ടുകാരൻ അയാളെ ഒരു ജിംനേഷ്യത്തിൽ അംഗമാക്കി. അയാൾക്ക് പ്രഭാതകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമായിരുന്നു ആ കൂട്ടുകാരൻ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഉറക്കം മിക്കപ്പോഴും ഫുട്പാത്തിലായിരുന്നു. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറിപ്പറ്റാനുള്ള ആദ്യ ശ്രമം പരാജയമായി. പക്ഷേ തൊട്ടടുത്ത വർഷം അയാൾ അവിടെ കയറിപ്പറ്റി. മൃണാൽ സെൻ തന്റെ മൃഗയ എന്ന ചിത്രത്തിൽ അയാളെ നായകനാക്കി. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യ ചിത്രത്തിൽ തന്നെ അയാൾ സ്വന്തമാക്കി. പക്ഷേ ദാരിദ്ര്യം വിട്ടുമാറിയില്ല. ഭക്ഷണം വാങ്ങിത്തന്നാൽ ഇന്റർവ്യൂ തരാം എന്ന് പലപ്പോഴും ആ ദേശീയ അവാർഡ് ജേതാവിന് പറയേണ്ടി വന്നു. പിന്നീട് ചെറിയ ചെറിയ റോളുകൾ. അങ്ങനെ ഡിസ്കോയ്ക്ക് പ്രാധാന്യമുള്ള ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിലെ റോൾ അയാളെ യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. ഇന്ത്യയുടെ ആദ്യ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമായി ഡിസ്കോ ഡാൻസർ മാറി. അങ്ങനെ 80കളിലെ സിനിമാ ലോകം ഹിന്ദിക്കാരനല്ലാത്ത ഒരാൾ ഭരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും അധികം നികുതി അടയ്ക്കുന്ന ആ വ്യക്തിയായി ആ ചെറുപ്പക്കാരൻ മാറി. ഇന്ത്യയിൽ സാധാരണക്കാരിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള നടനും അയാൾ തന്നെ. ഭാരതം പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചു ഇന്ത്യയുടെ സിനിമയുടെ സ്വന്തം ചക്രവർത്തിക്ക്, മിഥുൻ ചക്രവർത്തി. തോൽക്കാൻ തയ്യാറാകാതെ പൊരുതാൻ തീരുമാനിച്ചാൽ ചില ജീവിതങ്ങൾ ചില കഥകളായി മാറും. ആർക്കും വിശ്വസിക്കാനാകാത്ത അവിശ്വസനീയ കഥകൾ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.